ബോഡി കൊഞ്ചം പാക്കണം. ഹരിയോട് ബോഡിയാ? என்ன உளறு? என்ன இங்க வேத மந்திரம் சொல்லும் போது என்ன பேசிட்டு இருக்கேன்? ഒന്നുമില്ല സ്വാമി, ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരാണ്. ഹരിയുടെ ബോഡി ഒന്ന് കാണാൻ. லட்சுமி, என்ன இது உன் பிள்ளையோட பாடியை பார்க்கணுங்கிற? ഈ ഹരിനാരായണനെ കുറിച്ചാണോ ചോദിക്കുന്നത്? അയാളോട് വാട്സാപ്പ് ഇവിടെ നടക്കുന്നത് അപ്പടിന്നാ മറിച്ച് ഒരു വർഷം കഴിഞ്ഞ് നടക്കുന്ന കർമ്മം. ഇതിലെന്തോ ചതിയുണ്ട്. നിങ്ങൾ കള്ളം പറയാണ്. 2 ദിവസം മുന്നേ ഹരിയായിട്ട് സംസാരിച്ചതാ. ആ ഹരി ഒരു വർഷം മുന്നേ മരിച്ചു പോയെന്നോ? ഇല്ല, എനിക്ക് ഹരിയുടെ ഒന്ന് കാണണം. എനിക്ക് ഹരിയുടെ ഒന്ന് കാണണം പ്ലീസ്. കുട്ടി, നിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് തെരിയില്ല. പക്ഷെ ഈ ഹരിനാരായണൻ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു. നിങ്ങൾ കള്ളം പറയാണ്. ഇക്ക പവിത്രമായൊരു കർമ്മം നടക്കുന്നു. മരിച്ചു പോയ ആത്മാവിന് വേണ്ടി. இந்த குழந்தை வெளியில கூட்டு போங்க. കണ്ടാ മതി, വേറൊന്നും വേണ്ട. ഞാൻ വരിക്കൊരാളെ ഒന്ന് കാണണം മരീനെ. പ്ലീസ് അമ്മായിക്കൊന്ന് കണ്ടാ മതി. രണ്ട് വർഷം മുമ്പ് മാക്സിൻ ഹോട്ടലിൽ ജോലി വിട്ടതും സുഹൃത്തിനോടൊപ്പം സ്വന്തം ബിസിനസ് തുടങ്ങിയതും വരെ ഹരിയെ പറ്റി നമ്മൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ ബിസിനസ് പൊളിഞ്ഞത് ഹരിയുടെ പരിചയക്കുറവുണ്ടല്ല, മുഴുവൻ പണവും തട്ടിയെടുത്ത് അവൻ്റെ ഒറ്റ സുഹൃത്ത് ചതിച്ചുകൊണ്ടാണ്. വിഷമം താങ്ങാൻ പറ്റാതെ 1 വർഷം മുമ്പ് ഹരി ആത്മഹത്യ ചെയ്തു. ഹരിനാരായണന്റെ പേരിൽ നിന്നോട് സംസാരിച്ച ആള് എപ്പോഴെങ്കിലും വഴിവിട്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവളോട് എന്തിന്? എന്നോട് ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ 3-4 തവണ പൈസ അയച്ചു കൊടുക്കാൻ സമ്മതിച്ചിരുന്നു. എന്നിട്ട് നീ എത്ര അയച്ചു കൊടുത്തു? ഒരു 2 ലക്ഷം രൂപയോളം. ആരുടെ അക്കൗണ്ടിലേക്കാണ് നീ പൈസ അയച്ചത്? ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ട് ആണെന്നാ പറഞ്ഞത്. പേര്? ജോൺ ഭാസ്കർ. ഹരിനാരായണന്റെ മുഖവും പേരും പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ ഉപയോഗിച്ച് ഇത്രയും നാൾ നിന്നോട് സംസാരിച്ചത് അവനെ കുറിച്ച് എല്ലാം അറിയുന്ന ഉറ്റ സുഹൃത്തെന്ന് അവൻ വിശ്വസിച്ചിരുന്ന ആ ചതിയനാണ് ജോൺ മാത്യു ഭാസ്കർ. പക്ഷെ 2 ദിവസം മുന്നേ ഹരിയെ കണ്ടു എന്നല്ലേ ആ രജിസ്റ്റർ ഓഫീസിലെ പ്യൂൺ പറഞ്ഞു. ജാനകിരാമന്റെ മകനെ കണ്ടു എന്നാണ് പറഞ്ഞത്. ജാനകിരാമന് 2 മക്കളുണ്ട്. ഹരിനാരായണനും ഈ നിൽക്കുന്ന ഹരിയുടെ അനിയൻ സൂര്യനാരായണൻ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് പോയത് ഞാനാണ്. കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് എൻ്റെയാണ്. ഞാൻ കണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ. ഹരി ജീവിച്ചിരുന്ന കാലത്ത് ജോൺ ഭാസ്കർ എടുത്തിട്ടുള്ളതായിരിക്കണം. അല്ലാതെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഒരു വീഡിയോ ചാറ്റിലെങ്കിലും അവൻ വന്നിട്ടുണ്ടോ? വരില്ല. നീ നിർബന്ധിച്ചതുകൊണ്ടല്ല ജോൺ ഭാസ്കർ കാശ് വാങ്ങിയത്. നിന്നെ കൊണ്ട് എങ്ങനെ നിർബന്ധിപ്പിക്കണം എന്നവനറിയാം. മാന്യമായ പെരുമാറ്റത്തിലൂടെ, സ്നേഹം നിറഞ്ഞ വാക്കുകളിലൂടെയൊക്കെ അവൻ നിന്നെ ചതിക്കുകയായിരുന്നു.
എൻ്റെ മോൻ ജീവിച്ചിരിക്കുമ്പോൾ അവനെ അയാൾ ഒരുപാട് പറ്റിച്ചു. ഇപ്പൊ അവന്റെ മരണശേഷവും അവന്റെ പേരില് നിന്നെ ചതിച്ചാല് നിന്റെ മനസ്സിൽ എന്റെ മോന്റെ മുഖാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ മോൻ പാവായിരുന്നു. മനസ്സുകൊണ്ട് പോലും നീ അവനെ ശപിക്കരുത്. ഉമേഷ്, എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ കാരണം നിനക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഹരിയെ കാണുന്നത് പോവില്ല ഉമേഷ്. എനിക്ക് ഹരിയെ കാണണം. കാരണം ഹരിയെ please സമ്മതിക്കുന്നു കാണാൻ. നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ലല്ലോ നമ്മുടെ ജീവിതം. കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് എന്റെയാണ്. എപ്പോഴെങ്കിലും പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആരുടെ അക്കൗണ്ടിലേക്കാണ് നീ പൈസ അയച്ചത്? ജോൺ ഭാസ്കർ. ജോൺ മാത്യു ഭാസ്കർ. തേടി കണ്ടുപിടിക്കുന്ന ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ് ഞാൻ. അല്ല, കഴിക്കുന്നില്ലേ? അയ്യോ ഉമേഷ്, നിങ്ങൾ പോലീസിൽ അറിയിക്കരുത്. എനിക്കൊരു 24 മണിക്കൂർ സമയം താ. അവിടെ പോലീസിൽ എത്തിച്ചോണ്ടോ നാട്ടിൽ അറിയിച്ചോണ്ടോ ഒരു കാര്യമില്ല. നിങ്ങൾ അകത്ത് പോകും. ഹരിയെ തപ്പി അവരുടെ കൂടെ പോവാം. ജോൺ മാത്യു ഭാസ്കർ. വണ്ടി എടുത്താൽ മണിപ്പിള്ളരാജി